വിസ്മയവും കൗതുകവും നിറഞ്ഞ അനുഭവങ്ങളുടെയും കാഴ്ചകളുടെയും കാലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലം. പുതിയ കാലത്ത് കെട്ടുന്ന ചില വേഷങ്ങൾ പോലും രാഷ്ട്രീയം പറയുന്നുണ്ട്. കോട്ടയത്തു നിന്നും കണ്ട ഒരു രാഷ്ട്രീയ കാഴ്ച. ഭാരതം എൻ്റെ നാടാണ്, എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഭാരതീയരും നമ്മളെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോഴതുണ്ടോ? ഇപ്പം മതമാണ്, ജാതിയാണ്, ആ ജാതി എല്ലാ മതവും സർക്കാർ ഫണ്ടും. വേഷം തോർത്തും ബനിയനും പാളത്തൊപ്പിയും. ഉദ്യോഗസ്ഥർ അടക്കം വിചാരിച്ചത് നിവേദനമോ പരാതിയോ നൽകാൻ എത്തിയതാണെന്നാണ്. എന്നാൽ ചോദിച്ചപ്പോൾ മനസ്സിലായി സ്ഥാനാർത്ഥിയാണെന്നും പത്രിക സമർപ്പണത്തിന് എത്തിയതാണെന്നും. എൻ്റെ പേര് ആർ സുനിൽകുമാർ എന്നറിയപ്പെടുമെങ്കിലും സുനിൽ ആലഞ്ചേരിൽ എന്നറിയപ്പെടുന്നു. ഞാൻ വിവിധ സാമൂഹ്യ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. പ്രത്യേക വേഷധാരണത്തിനും കാരണമുണ്ട്. സാധാരണക്കാരനും തൻ്റെ മത്സരിക്കാനുള്ള അവകാശമുണ്ട് കർഷകനും കർഷക തൊഴിലാളികളും. അല്ലാതെ കുറച്ച് നേതാക്കന്മാർക്ക് മാത്രം തലമുറയായി ഓരോ നിയമസഭയും പഞ്ചായത്തും പിന്നെ പാർലമെൻറ്റും ഞങ്ങൾ മാത്രമേ പാടുള്ളൂ, ഞങ്ങളില്ലെങ്കിൽ രാജ്യമില്ല, ഞങ്ങളില്ലെങ്കിൽ ഇന്ന വാർഡില്ല, ഇന്ന നിയമസഭയില്ല. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടെന്നുള്ള മൂല്യബോധം സാധാരണക്കാർക്കും ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തൻ്റെ വോട്ടിൻ്റെ വിൽ പവർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പൂവരണ സ്വദേശി സുനിൽ ആലഞ്ചേരിക്ക്. എനിക്ക് എൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു വേദിയാണ്. ഞാൻ അല്ലാതെ വിഷയം പറഞ്ഞാൽ നിങ്ങൾ ചാനലുകാർ പോലും നമ്മളെ നോക്കുക. സൈന്യത്തിലും റെയിൽവേയിലും ജോലി ചെയ്തിട്ടുണ്ട് സുനിൽ. രാഷ്ട്രീയ പാർട്ടികളോടൊത്ത് പ്രവർത്തിച്ചെങ്കിലും ഇപ്പോൾ മതിയാക്കി. സാക്ഷരതാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന സുനിൽ ബ്ലേഡ് മാഫിയയ്ക്കെതിരെയും സർഫാസി നിയമത്തിനെതിരെയും നടത്തിയത് നിരവധി പോരാട്ടങ്ങളാണ്. ഇപ്പോൾ മുഴുവൻ സമയ കൃഷിപ്പണിയും കിണർ ശുചീകരണ തൊഴിലാളിയുമാണ്. ശുദ്ധജലം അവകാശമാണെന്ന പ്രചാരണം ശക്തമാക്കുകയാണ് ഈ ഒറ്റയാൾ പോരാളി. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കോട്ടയം.